അമേരിക്കയിലേക്ക് ഇനി ആരും തപാൽ അയച്ചൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. അവിടുത്തെ പോസ്റ്റൽ സർവീസ് എല്ലാം നിർത്തലാക്കുകയാണ്. അമേരിക്ക നിർത്തുന്നതല്ല, ട്രംപ് താരിഫ് കൂട്ടി മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി സാധനങ്ങൾ അയക്കുന്ന, തപാൽ ഉരുപ്പടികൾ അയക്കുന്നത് നിർത്തി. പോസ്റ്റൽ ഉരുപ്പടികൾ എത്താത്ത ലോകത്തെ ഏക രാജ്യമായി അങ്ങനെ അമേരിക്ക മാറുകയാണ്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും US-ലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി കത്തിടപാടുകളും സാധനങ്ങളും അയക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്കുകൾ കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും, കാണാപ്പാഠം പഠിക്കേണ്ടി വരും. അത് പ്രകാരമാകും നിങ്ങളുടെ രാജ്യത്തെ പോസ്റ്റൽ സർവീസിൽ നിന്നും US-ലേക്കുള്ള പോസ്റ്റൽ നിരക്ക്. ആ തുക കിട്ടുന്നത് നിങ്ങളുടെ രാജ്യത്തിനുമല്ല, ട്രംപിനാണ്. എന്തായാലും US-ലേക്കുള്ള പാക്കേജുകൾ മെയിൽ ചെയ്യുന്ന ചെലവ് കുതിച്ചുയരാൻ പോവുകയാണ്. വിവിധ രാജ്യങ്ങളുടെ തപാൽ സേവനങ്ങൾ ഈ വർദ്ധിച്ച ചെലവ് വഹിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കുകയോ വേണ്ടിവരും. $800 താഴെയുള്ള പാക്കേജുകൾക്കുള്ള ഇളവ് ഡൊണാൾഡ് ട്രംപ് തന്റെ സവിശേഷമായ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ജൂലൈയിൽ പിൻവലിച്ചിരുന്നു. അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള പോസ്റ്റൽ സേവനങ്ങൾ അമേരിക്കയിലേക്ക് മെയിലുകൾ അയക്കുന്നത് ആദ്യം ഒന്ന് കുറച്ചു, പിന്നെ നിർത്തിവെച്ചു. തിങ്കളാഴ്ചയായിരുന്നു വിവിധ ഏഷ്യൻ, യൂറോപ്യൻ, ആഫ്രിക്കൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള US-ലേക്കുള്ള അത്യാവശ്യം പോസ്റ്റൽ ഉരുപ്പടികൾ അവസാനമായി കൈകാര്യം ചെയ്ത ദിവസം. ഓഗസ്റ്റ് 29-ന് ശേഷം US-ലെ വിവിധ സംസ്ഥാനങ്ങളിലെ പാക്കേജുകൾ വിതരണം ചെയ്യുന്നത് അതുകൂടി നിർത്തലാക്കും. അതിനർത്ഥം കെട്ടിക്കിടക്കുന്നവ അവിടെ തന്നെ കിടക്കും, ട്രംപിന്റെ അടുത്ത എക്സിക്യൂട്ടീവ് ഓർഡർ വരുന്നതിന് കാത്ത്. അല്ലെങ്കിൽ അതത് രാജ്യങ്ങൾ ഈ ഉപഭോക്താക്കൾക്ക് ആ മെയിലുകൾ തിരികെ എത്തിക്കണം. വെള്ളിയാഴ്ച മുതൽ കാരിയറുകൾ തൽക്കാലമായി സേവനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. 29-ന് ശേഷം മിക്ക പാഴ്സലുകൾക്കും അധിക താരിഫാകും അമേരിക്ക ഈടാക്കുക. സേവനങ്ങൾക്ക് ഓരോ രാജ്യങ്ങളുടെ ഫീസ് എങ്ങനെ മാറുമെന്ന് അതത് രാജ്യങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും US പോലും അത് തീരുമാനിച്ചിട്ടില്ല. എങ്കിലും പാഴ്സലുകൾ അവ വരുന്ന രാജ്യത്ത് ട്രംപിന്റെ അധിക താരിഫ് വഹിക്കേണ്ടി വരും. ഫെബ്രുവരി അവസാനം വരെ US കസ്റ്റംസ് ഒരു താൽക്കാലിക ബദൽ ഫിക്സഡ് ഫീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യത്തു നിന്നാണ് അയക്കുന്നത് ആ രാജ്യത്തിന്റെ താരിഫ് നിരക്കനുസരിച്ച് വ്യത്യാസപ്പെടും. 16% താഴെ ട്രംപ് താരിഫ് അടിച്ചു കൊടുത്തവർക്ക് $80, 16% മുതൽ 20% വരെ താരിഫ് അടിച്ചു കൊടുത്തവർക്ക് $160, 25% കൂടുതൽ താരിഫുള്ള രാജ്യങ്ങൾക്ക് $200. ഇങ്ങനെയാണ് ട്രംപിന്റെ US കസ്റ്റംസ് വക ഈ പുതിയ പോസ്റ്റൽ ഫീസ്. പുതിയ നിയമങ്ങളുമായി പൊരുത്തപ്പെടാനും വർദ്ധിച്ച ചെലവ് കണക്കാക്കാനും ഒരുപാട് കാലതാമസം വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് വിവിധ ലോകരാജ്യങ്ങൾ US-ലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ചൊവ്വാഴ്ചയോടെ ഏകദേശം 30 രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ US-ലേക്കുള്ള ചില സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവ ഉൾപ്പെടെ 22 യൂറോപ്യൻ രാജ്യങ്ങളിലെ സേവനങ്ങൾ വെള്ളിയാഴ്ച മുതൽ ചില ഡെലിവറികൾ കയറ്റി അയക്കുന്നത് നിർത്തിവെച്ചിരുന്നു. മറ്റ് 32 തപാൽ സേവനങ്ങൾ ഉൾപ്പെടെ ഷിപ്പിംഗ് അടക്കം നിയന്ത്രിക്കാൻ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുങ്ങുകയാണ്. ട്രംപിന്റെ താരിഫ് നീക്കങ്ങൾ മുമ്പ് $800 താഴെ മൂല്യമുള്ള തപാൽ പാക്കേജുകളുടെ മെയിലിങ്ങിനെ ബാധിച്ചിരുന്നില്ല. ഡി മിനിമസ് നിയമപ്രകാരം ഇവയെ ഒഴിവാക്കിയിരുന്നു. വിഷമിക്കേണ്ട കാര്യമില്ലാത്ത ചെറിയ ഇനങ്ങളെയായിരുന്നു ഡി മിനിമസ് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഡി മിനിമസ് പദ്ധതി എടുത്തു നീക്കുമെന്ന് ട്രംപ് ജൂലൈയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ട്രംപിന്റെ താരിഫുകൾക്കൊപ്പം പോസ്റ്റൽ നിരക്കുകളും കൂടിയത്. $100 താഴെയുള്ള കത്തുകളും വ്യക്തിഗത സമ്മാനങ്ങളും താരിഫിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ അധികൃതർ പറയുന്നത്. US-ലേക്ക് ഇതിനകം അയച്ചതും വെള്ളിയാഴ്ചയ്ക്ക് അകം അവിടെ എത്തിയതുമായ പാക്കേജുകൾക്ക്, തപാൽ ഉരുപ്പടികൾക്ക് ഈ പുതിയ താരിഫ് നിരക്ക് ബാധകമാകില്ല. അതിനുശേഷം എത്തുന്നവ അയച്ചവർക്ക് തിരികെ നൽകുമെന്നാണ് ബെൽജിയത്തിന്റെ ബി പോസ്റ്റ് പറയുന്നത്. അതേസമയം ന്യൂസിലാൻഡിന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള സേവനം എല്ലാത്തരം തീരുവകളും നികുതികളും ഒക്കെ അറിഞ്ഞ ശേഷം മാത്രമാകും. അത് സ്വീകർത്താവിന്റെ കയ്യിൽ നിന്നും ന്യൂസിലൻഡ് ഈടാക്കുകയും ചെയ്യും. ഏഷ്യയിലും പസഫിക്കിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജപ്പാൻ, ഇന്ത്യ, ദക്ഷിണ കൊറിയ, തായ്വാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ സേവനങ്ങൾ അവർ താൽക്കാലികമായി നിർത്തിവെച്ചു കഴിഞ്ഞു. ഓസ്ട്രേലിയ പോസ്റ്റ്, കാനഡ പോസ്റ്റ്, UK-യിലെ റോയൽ മെയിൽ, എവറി എന്നിവയ്ക്കുള്ള US ഷിപ്പിംഗ് ലേബൽ സംവിധാനങ്ങളും താൽക്കാലികമായി അവസാനിപ്പിച്ചു. പുതിയ ബില്ലിംഗ് സംവിധാനം വികസിപ്പിക്കുന്നതിന് US കസ്റ്റംസ് അംഗീകൃത പേയ്മെന്റ് ഓപ്പറേറ്ററുമായി ഒരു പങ്കാളിത്തം സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുശേഷമാകും താരിഫ് ഫീസ്, ഹാൻഡ്ലിംഗ് ഫീസ് ഇതൊക്കെ കണക്കിലെടുത്ത് ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങേണ്ടതെന്ന് തീരുമാനമെടുക്കുകയെന്ന് വളരെ വിദഗ്ധമായി ഓസ്ട്രേലിയ പോസ്റ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെ ഇതേ മാതൃക പിന്തുടരാൻ പോകുകയാണ്. എന്തായാലും ഇന്ത്യയിൽ നിന്നും അവിടെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി ചില തപാലുകളും ചില ഉരുപ്പടികളും ഒക്കെ അയച്ചേ തീരും. അപ്പോൾ പിന്നെ ട്രംപിന്റെ അധിക താരിഫ്
ചുമത്തുന്ന ആ നികുതി അനുസരിച്ച് നിരക്കനുസരിച്ചുള്ള പേയ്മെന്റ് ഇവിടെ നിന്നും ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളും കാത്തിരിക്കുന്നതും. എന്താകും US കസ്റ്റംസ് വകുപ്പിന്റെ തീരുമാനമെന്നറിയാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച